തിരയില്ലാക്കയത്തിൽ വലയെറിഞ്ഞപ്പോൾ കുരുന്നുകൾക്ക് ചാകര. കോട്ടകൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ മത്സ്യകൃഷിയിൽ നൂറുമേനി വിജയം കൊയ്തു. മത്സ്യകേരളം പദ്ധതിയുടെ ഭാഗമായി കോട്ടക്കൽ നഗരസഭയുടെ സഹകരണത്തോടെ സ്കൂളിലെ ഹരിതസേനയും NSS വളണ്ടിയർമാരും PTA-യും സംയുക്തമായി നാട്ടുകാരുടെ സഹായത്തോടെയും സ്കൂൾ ഗ്രൗണ്ടിൽ വെള്ളം കെട്ടി നിർത്തി 5 മാസങ്ങൾക്ക് മുമ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരുന്നു. 10,000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങൾ വിശാലമായ ഗ്രൗണ്ടിൽ വളരുന്നതോടൊപ്പം നീന്തൽ പരിശീലനവും നടത്തി മറ്റു സ്കൂളുകൾക്ക് മാതൃകയാവുകയായിരുന്നു ഈ ഗവൺമെന്റ് വിദ്യാലയം. കട്ല, രോഹു, വാള, ഗ്രേസ് കാർപ്പ്, ഫിലോപ്പി തുടങ്ങിയ മത്സ്യങ്ങളാണ് ജലാശയത്തിൽ വളർന്നിരുന്നത്. നാടിന്റെ ഉത്സവമായി അധ്യാപകരും വിദ്യാർത്ഥികളും വലയെറിഞ്ഞപ്പോൾ വിളവായ മത്സ്യങ്ങളാണ് കൈനിറയെ ലഭിച്ചത്. 300 കിലോയോളം മത്സ്യങ്ങൾ ലഭിച്ചതായി ഹരിതസേന കോർഡിനേറ്റർ K. മുജീബ് റഹ്മാൻ പറഞ്ഞു. കഴിഞ്ഞ ജൂൺ മാസം പകുതിയോടുകൂടിയാണ് സാധനങ്ങൾ നിക്ഷേപിച്ചത്. ഇപ്പോൾ ഏകദേശം നവംബർ മാസം ഇത് പിടിച്ചെടുക്കുമ്പോൾ എൻ്റെ വലുപ്പമാണിത്. നമ്മളൊരു വലിയ ഉത്സവം പോലെയാണ് ഇവിടെ നടത്തുന്നത്. അത് നാട്ടുകാർ മൊത്തം ആളുകളൊക്കെ കൂടിക്കൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് പിടിച്ചെടുത്ത് മൊത്തം ലേലം ചെയ്യാനുള്ള പ്ലാനാണ്. ഓരോരുത്തർക്കും കിലോ ലെവലിൽ ഇത് വിറ്റുകൊണ്ട് സ്കൂളിൻ്റെ ഹരിതസേനയുടെ ഒരു മുതൽക്കൂട്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും മത്സ്യക്കൊയ്ത്ത് അവസാനിപ്പിച്ചതോടെ നാട്ടുകാർ മീൻപിടുത്തത്തിനിറങ്ങിയത് നാടിന് ഉത്സവാന്തരീക്ഷമാണ് പകർന്നത്. 1 കിലോ മത്സ്യത്തിന് 150 രൂപ നിരക്കിൽ വിറ്റ് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് PTA വരും വർഷം കൂടുതൽ മത്സ്യകൃഷി ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. വിൽപ്പന ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബുഷ ഷബീർ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഉസ്മാൻകുട്ടി, SI NB ഷൈജു, PTA പ്രസിഡന്റ് അമീദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മത്സ്യകൃഷി വിളവെടുപ്പിന് K. മുജീബ് റഹ്മാൻ, മാനുക്കുട്ടൻ, മനോജ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടുകാരുടെ ആവേശവും സ്കൂൾ അധികൃതരുടെ ഒത്തൊരുമയും ഒന്നിച്ചപ്പോൾ ഓരോ വീട്ടിലെ തീന്മേശയിലും രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിൽ വിളഞ്ഞ മത്സ്യം ഇടം പിടിച്ചു. ഇത് കൂട്ടി സമൃദ്ധമായ ഭക്ഷണം കഴിച്ചതോടെ നാട്ടുകാർ മനം നിറഞ്ഞെങ്കിലും അടുത്ത വർഷത്തിൽ കൂടുതൽ നല്ല വിളവെടുക്കണം എന്ന ആഗ്രഹത്തിലാണ് ഓരോരുത്തരും. കോട്ടക്കൽ ബ്യൂറോയിൽ നിന്നും സന്ദീപ് K. നായർ.